അഭിമാനിക്കണം, അഹങ്കരിക്കരുത്. അഭിമാനം എപ്പോഴാണ് അഹങ്കാരമായിട്ട് മാറണമെന്ന് അറിയാമോ? ഞാൻ അവരെക്കാളും ഒക്കെ വലിയവരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അഭിമാനം അഹങ്കാരമായിട്ട് മാറണത്. ഞാൻ നല്ലൊരാളാണ്, എനിക്ക് പാട്ടുപാടാൻ കഴിവുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് അറിവുണ്ട്, ആയിക്കോട്ടെ, അതൊക്കെ അഭിമാനമാണ്. അതൊക്കെ അഭിമാനിക്കണം. സത്യമായിട്ട് ഞാൻ അഭിമാനിക്കണം. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അഭിമാനമുള്ള ആളായിരിക്കണം. എനിക്ക് അവനെക്കാളും വലിയ അറിവുണ്ട്, അവൻ എന്തുട്ട് പുച്ഛം, അയാളെക്കാളും നല്ല സൗന്ദര്യം എനിക്കുണ്ട്, അയാളെക്കാളും നല്ല അറിവ് എനിക്കുണ്ട്, കഴിവുണ്ട്, അയാളെക്കാളും നന്നായിട്ട് ഞാൻ പാട്ട് പാടും. അഭിമാനം അഹങ്കാരമായിട്ട് മാറുകയാണ്. വചനം പറയുന്നു, നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേരു നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്ന്. അഭിമാനം അഹങ്കാരമായിട്ട് മാറിപ്പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അതിന് ഏറ്റവും സൂക്ഷിക്കേണ്ടത് അവരെക്കാളും വലുതാണ് ഞങ്ങൾ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. നമുക്കൊരു യുണീക്ക്നെസ് ഉണ്ട്, നമുക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് അഭിമാനിക്കാൻ അതിൽ തന്നെ ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. അവരെക്കാളും വലിയവരാവണ്ട നമുക്ക് അഭിമാനിക്കാൻ. അവരെക്കാളും വലിയവരാണ് എന്ന് ചിന്തിക്കുന്നത് അഹങ്കാരമാണ്. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കും.